ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് അന്വേഷണത്തിൽ അവ്യക്തത നിറഞ്ഞു നിൽക്കുന്നത് പോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിലും പുകമറയാണ്. ജോൺ ബ്രിട്ടാസ് എംപിക്കെതിരെ പരോക്ഷാരോപണവുമായി UDF കൺവീനർ അടൂർ പ്രകാശ് ഇന്ന് രംഗത്ത് വന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരു MPയും തമ്മിൽ നിരവധി തവണ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ഇതിന്റെ ഫോൺ രേഖകൾ SIT പരിശോധിക്കണമെന്നാണ് അടൂർ പ്രകാശ് ആവശ്യപ്പെടുന്നത്. ഈ കാട്ടുകൊള്ളക്കാരനാണെന്നോ കൊള്ള സംഘത്തിന്റെ തലവനാണെന്നോ ഒന്നും അറിഞ്ഞുകൊണ്ടല്ല അവിടെ പോയത്. ഇതിനെ എല്ലാം നേതൃത്വം കൊടുത്ത ഒരാളുണ്ട് ഡൽഹിയിൽ, ഒരു പാർലമെന്റ് അംഗമാണ്. അത് മാർക്സിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. പിന്നെ BJPയും മാർക്സിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പാലം പണിയാൻ വേണ്ടി നടന്ന വ്യക്തി. അദ്ദേഹം എത്രയോ പ്രാവശ്യം അദ്ദേഹത്തെ ഫോൺ ചെയ്തിരിക്കുന്നു. ആ ഫോൺ കോളുകളൊന്ന് പരിശോധിച്ച് അങ്ങനെയാണെങ്കിൽ അതുകൂടി അന്വേഷണം നടക്കണ്ടേ? ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഫോണിൽ ബന്ധപ്പെട്ട എന്ന അടൂർ പ്രകാശിന്റെ ആരോപണം തള്ളുകയാണ് ജോൺ ബ്രിട്ടാസ് എംപി. ശബരിമല വിവാദങ്ങളിലൂടെയാണ് പോറ്റിയെക്കുറിച്ച് ആദ്യമായി കേൾക്കുന്നത്. ഇനിയും അനാവശ്യമായി തന്റെ പേര് വലിച്ചഴിച്ചാൽ നിയമ നടപടി സ്വീകരിക്കും. സോണിയാഗാന്ധിയെ കൂടി അടൂർ പ്രകാശ് വിവാദങ്ങളിലേക്ക് വലിച്ചഴിക്കുന്നുവെന്നും ജോൺ ബ്രിട്ടാസ് പ്രതികരിക്കും. എനിക്ക് പോറ്റിയെ അറിയില്ല, പക്ഷെ പോറ്റിയെ പേറിയ അടൂർ പ്രകാശിനെ അറിയാം. ഇനി അഥവാ ഞാൻ പോറ്റിയെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ, വല്ല വിമാനത്തിൽ വെച്ച് പോലെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് അടൂർ പ്രകാശെ പരിചയപ്പെടുത്തുകാനാണ് സാധ്യമുള്ളൂ. എന്നുവെച്ചാൽ അല്ലാതെ എനിക്ക് പോറ്റിയായിട്ട് ബന്ധമില്ല. ഇപ്പം യഥാർത്ഥത്തിൽ ഈ അടൂർ പ്രകാശ് ചെയ്യുന്ന വലിയ അനീതി എന്നറിയും. ഈ സോണിയാഗാന്ധിയെ വീണ്ടും വീണ്ടും ഈ വിവാദത്തിലേക്ക് വലിച്ചിഴക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ അദ്ദേഹത്തിനെതിരെ ചില ചോദ്യങ്ങൾ ചോദിച്ചു എന്നുള്ള കാര്യത്തിൽ എന്നാൽ ഒരു ഉണ്ടയില്ല വെടി ജോൺ ബ്രിട്ടാസിനെതിരെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചെങ്കിൽ അങ്ങനത്തെ ഒരു കൗതുകമാണ് അദ്ദേഹത്തിനുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ മറിച്ച് വസ്തുതാപരമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിമിഷം സിവിലും ക്രിമിനലായിട്ട് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കും. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ കണ്ടതിൽ അടൂർ പ്രകാശിന്റെ ഒരു ന്യായീകരണമുണ്ട്. അതായത് പ്രസാദം നൽകാനായിരുന്നു സോണിയെ കണ്ടത് എന്നാണ് അടൂർ പ്രകാശ് പറയുന്നത്. ഇയാൾ കള്ളനാണെന്നോ കാട്ടുകള്ളനാണെന്നോ കൊള്ളക്കാരനാണെന്നോ അറിഞ്ഞുകൊണ്ടല്ല അയാൾ എന്നെ കാണുന്നതും പരിചയപ്പെട്ടതിന് ശേഷം അയാൾ ശബരിമലയിൽ അന്നദാനം നടത്തുന്നുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം നടത്താൻ എത്തണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടു. ഞാനവിടെ പോയി ഉദ്ഘാടനം നടത്തി ഞാൻ മടങ്ങിപ്പോന്നു. അതിനുശേഷമാണ് അവിടെ നടത്തിയ പൂജയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാൾ ഡൽഹിയിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, സോണിയാഗാന്ധിക്ക് കൊടുക്കാനുള്ള ഞങ്ങൾ പൂജ നടത്തിയിട്ടുള്ള കാര്യങ്ങൾ സോണിയാഗാന്ധിക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത് എന്ന് പറഞ്ഞ് അപ്പോൾ അവരോടൊപ്പം ഒന്ന് ചെല്ലണമെന്ന് പറഞ്ഞ് ഞാൻ പോയി. ഒരു കാരണവശാലും അടൂർ പ്രകാശ് മുഖാന്തരം അങ്ങനെ ഒരു അവിടെ പോകാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം എടുത്തിട്ടില്ല, അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുമില്ല. എന്നാൽ CPM ഇതിൽ കടിച്ചു പിടിക്കാനുള്ള ശ്രമം തന്നെയാണ്. സ്വന്തം നേതാക്കളുമായുള്ള പോറ്റിയുടെ കൂടിക്കാഴ്ചയിൽ സംശയം ഒന്നുമില്ലാത്ത മന്ത്രി V ശിവൻകുട്ടി പോറ്റി സോണിയാഗാന്ധി കൂടിക്കാഴ്ചയെ സംശയത്തോടെയാണ് കാണുന്നത്. കോൺഗ്രസ് അധ്യക്ഷയായിരുന്ന സോണിയാഗാന്ധിയുമായി അടൂർ പ്രകാശ് MP അടക്കമുള്ള നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ കേരളം ഞെട്ടലോടെയാണ് കാണുന്നത്. അതിസുരക്ഷാ മേഖലയായ സോണിയാഗാന്ധിയുടെ വസതിയിൽ ഇവർക്ക് പ്രവേശനം ലഭിച്ചത് ആരുടെ സഹായത്തിലാണെന്ന് കോൺഗ്രസ് നേതൃത്വം ഇനിയെങ്കിലും വ്യക്തമാക്കണം. അന്വേഷണത്തിൽ അട്ടിമറിക്കാൻ പ്രതിപക്ഷം ബോധപൂർവം ശ്രമിക്കുകയാണ്. അഴിമതിക്കും കൊള്ളയ്ക്കും കുടപിടിക്കുന്ന കോൺഗ്രസ് സംസ്കാരം ഒരിക്കൽ കൂടി ഇവിടെ അനാവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ പാപഭാരം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശരിക്കും അനുഭവിക്കേണ്ടി വന്ന CPM അത് കോൺഗ്രസിന്റെ കൂടി തലയിലേക്ക് ചാർത്താനുള്ള തീവ്ര ശ്രമത്തിലാണ്. CPMനൊപ്പം കോൺഗ്രസിനെയും വിഷയത്തിൽ പ്രതിരോധത്തിലാക്കാനുള്ള ശ്രമം BJPയും സൈഡിലൂടെ തുടങ്ങിയിട്ടുണ്ട്. വോട്ടർമാരിൽ ആകപ്പാട് ഒരു ആശയക്കുഴപ്പമുണ്ടാക്കുക. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് ശരിക്കും ചൂട്ടുപിടിച്ചത് ആരൊക്കെ എന്നതിൽ സംശയങ്ങളുടെ ഒരു ചാകര തുറന്നുവിട്ട് കുളം പരമാവധി കലക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ലക്ഷ്യം. തെരഞ്ഞെടുപ്പിന് മുൻപ് അന്വേഷണം പൂർത്തിയായില്ല എങ്കിൽ കലക്കവെള്ളത്തിൽ ആര് മീൻ പിടിക്കുമെന്ന് പ്രവചിക്കാനേ കഴിയും.